ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനിക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ, പത്മയുടെ കയ്യിൽ നിന്നും. നന്ദിനി അവിടെ സൂര്യയുടെ ഒരു ഭാര്യയാവാനുള്ള അധികാരവും കാര്യങ്ങളൊക്കെ നന്ദിനി ചെറുതായി ഇനി കാട്ടിത്തുടങ്ങുകയാണ് കേട്ടോ. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി കാണുന്നത്. അങ്ങനെ താൻ ചെയ്യേണ്ട ഒരു കുടുംബിനി ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നായി നന്ദിനി ചെയ്യുമ്പോൾ അത് പത്മക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് തന്നെ പത്മ അത് തട്ടിത്തെറിപ്പിക്കുകയാണ് കേട്ടോ. പിന്നീട് സൂര്യ പറയാണ്, ഞാൻ കൂടുതലായി നിന്നോട് സംസാരിക്കാൻ നിൽക്കുന്നില്ല. ചിലപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കൂടി പറഞ്ഞു പോകും, ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോകും, പിന്നെ എനിക്കത് കുറ്റബോധമാവും. അതില്ലാതിരിക്കാൻ ഞാൻ ഇവിടെ നിന്ന് പോവാൻ നല്ലത് എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ അരികിൽ നിന്ന് സൂര്യ പോവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ആരതിയെയും അതുപോലെ വിവേകിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ വിവേക് പറയും, എന്ത് കോസ്റ്റ്ലി സാധനങ്ങളാണ് മേടിച്ചിരിക്കുന്നത്. ഭാരതി പറയാം, എനിക്ക് പറയാൻ വാക്കുകളില്ല, എനിക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ എന്നിലുണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാരൊക്കെ എന്നെ ഒഴിവാക്കിയതുപോലെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നന്ദിനി ചെയ്തത് എന്ന് പറയാം കേട്ടോ. ആ സമയം വിവേക് ഈ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനിക്ക് വീണ്ടും ഫോൺ ചെയ്യണമെന്ന് ആരതിക്ക് ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ ആരതി ഫോൺ ചെയ്യാണ്. അപ്പോൾ നന്ദിനി, എന്താ നീ ചെയ്യുന്നതെന്ന് നന്ദിനിയോട് ചോദിക്കും. അപ്പോൾ നന്ദിനി പറയണേ, ഞാൻ ഈ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതെന്താ എനിക്കൊരു വിഷമം പോലെ, നീ ഇപ്പോൾ എനിക്ക് ചെയ്തതെന്ന് ഈ ഒരു കാര്യമുണ്ടല്ലോ നന്ദിനി, അതിന് ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എനിക്കിപ്പോൾ ആരൊക്കെ ഉള്ളതുപോലെ ഒരു തോന്നലെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നന്ദിനി പറയണം, എന്തായാലും നീ ഹാപ്പി ആയില്ലേ എന്ന് പറയണേ. അതെന്താ നീ അങ്ങനെ പറയണേ? ഒന്നുമില്ല, നിനക്ക് ചെയ്തതുപോലെ ഇവിടെയും ഉണ്ടല്ലോ ഈ പറയുന്ന സൂര്യ സാറിനൊരു പെങ്ങൾ, ആ പെങ്ങൾക്കും ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ ആഗ്രഹപ്രകാരം സൂര്യ സാറിനോട് പറയും പോലും ചെയ്യാതെ സാരിയും അവർക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലോട്ട് വന്നു. പിന്നീട് ഞാനത് അവരുടെ കയ്യിൽ കൊടുത്തു. പത്മ മേഡം അത് വാങ്ങുകയും വിജയ് സാർ അത് വാങ്ങുകയൊക്കെ ചെയ്തു. പക്ഷേ അതിനിടയ്ക്ക് ഇനി നീ പറയണ്ട, അതിനിടയ്ക്ക് അവിടെ എന്താ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ആരതി പറയാണ്. അതായത് അവിടെ പത്മ വന്നിട്ട് അതെല്ലാം തട്ടിത്തെറിപ്പിച്ച്, നീ ഒരു വേലക്കാരിയല്ലേ, വീട്ടിലെ വേലക്കാരി, നീ എന്തിനാണ് ഇത് ചെയ്യുന്നത്, തോട്ടത്തിൽ പണിയെടുത്ത, ഞങ്ങളുടെ തെങ്ങുതോപ്പിൽ പണിയെടുത്ത ആളുടെ മകളല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ പരിഹസിച്ചിട്ടുണ്ടാവും എന്ന് പറയാം കേട്ടോ. അപ്പോൾ നീ എങ്ങനെ ഇതൊക്കെ കറക്റ്റായി പറഞ്ഞു എന്ന് പറയുമ്പോൾ, ഇതൊക്കെ എനിക്കറിയാം, അവരുടെ സ്വഭാവം അങ്ങനെയാണ് എന്ന് തിരിച്ച് പറയാൻ കേട്ടോ. അങ്ങനെ ഈ സമയം നന്ദിനി, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും കാലം നീ അവിടെ നിന്നിട്ടും നീ പത്മ മേഡത്തിൻ്റെ സ്വഭാവം നീ മനസ്സിലാക്കിയിട്ടില്ല. അവർക്ക് ഒരിക്കലും നിന്നെ അംഗീകരിക്കാൻ കഴിയില്ല. അവർ പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും പിറകെ പോകുന്നവരാണ്. അവർക്ക് ഈ പാവപ്പെട്ടവരെന്നൊക്കെ പറയുന്നത് അവരുടെ മുന്നിൽ ഒരു പുഴു പോലെയാണ്. അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് നീ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ചെയ്യാൻ പോകരുതെന്നൊക്കെ പറയുമ്പോൾ, ഞാൻ ചെയ്യാൻ പോയത് സൂര്യ സാറിന് വേണ്ടിയിട്ടാണ്, ഏട്ടന് വേണ്ടിയിട്ടും. ഏട്ടൻ എന്തിനാണ് നീ അത് ചെയ്യാൻ പോയത്? ഏട്ടൻ ഈ വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും ഒരു പക്വതയും പ്രാപ്തിയും ഒന്നുമില്ല. ഏട്ടൻ തോന്നിയ ലെവലിൽ ഏത് സമയവും വെള്ളം കുടിച്ച് നടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഏട്ടനെ പരിഹസിക്കുകയായിരുന്നു. ഞാൻ ഈ ചെയ്തതിൽ ഇന്ദ്രജ മേഡത്തിനും അതുപോലെ തന്നെ വിജയ് സാറിനൊക്കെ ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ അവർ ആ സാധനം വലിച്ചെറിയുമ്പോൾ അത് വേണ്ടെന്ന് പറയാനുള്ള ആ ഒരു പക്വതയും പ്രാപ്തിയും അവർ കാണിച്ചില്ല. അപ്പോൾ അതിനർത്ഥം എന്താ? അവർക്ക് പോലും നിന്നെ ഉള്ളുകൊണ്ട് വെറുപ്പാണ്. അത് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചിന്തിക്കുക, അവർക്ക് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യരുത്. അല്ല, ഞാൻ ചെയ്തതിൽ ഒരു തെറ്റേ ഉള്ളൂ. അതായത് ഞാനത് ചെയ്യുമ്പോൾ ഞാനൊപ്പം നിൽക്കാൻ പാടില്ലായിരുന്നു. അത് സൂര്യ സാർ മാത്രം കൊണ്ടുകൊടുക്കുകയായിരുന്നെങ്കിൽ സൂര്യ സാറിന് ഈ വീട്ടിലൊരു നിലയും വിലയൊക്കെ വന്നിരുന്നു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം അത് കേട്ടോടെ തന്നെ ഈ ഒരു കാര്യം, അതായത് വിഷുവിൻ്റെ കൈനീട്ടം മുൻകൂട്ടി കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യമുണ്ട്, ഒരു കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്നാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് പത്മ മേഡം അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാൻ കേട്ടോ. എന്തായാലും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകരുതെന്ന് പറയാം. അപ്പോഴേക്കും വിവേക് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ വിവേക് എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ പറയാണ് കേട്ടോ, ഇതാണ് സത്യം എന്നുള്ളത് പറയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള വേണ്ടാത്ത പണിക്ക് നിന്നത്, അതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് വിവേകും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ രാത്രി അങ്ങ് കടന്നുപോയി. എന്നാൽ പിറ്റേ ദിവസം രാവിലെ നന്ദിനി എണീറ്റ പാട് ഇങ്ങനെ സൂര്യയുടെ ഡ്രസ്സ് ഇസ്ത്രി ചെയ്യുകയാണ് കേട്ടോ. ആ സമയം സൂര്യ കുളി കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ സൂര്യ ചോദിക്കുക, നന്ദിനി നീ എന്താ ഈ കാണിക്കുന്നത്, പതിവില്ലാത്തൊരു കാണിക്കൽ? അതെന്നെ സാറേ, എനിക്കും അറിയില്ല. സൂര്യ സാറ് ഏത് ഡ്രസ്സാണ് ഇടുക എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഇന്ന് ഈ ഡ്രസ്സ് സൂര്യ സാറ് ഇടണം എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് ഇസ്ത്രി ചെയ്തതാണ്.
അത് കേട്ട ഉടനെ താൻ എന്താടോ ഈ കാണിക്കുന്നത്, ഇവിടെ ഇസ്തിരി ചെയ്യാനും അതുപോലെ തന്നെ അലക്കാനും ഒക്കെ ആൾ വരും, അത് ഇസ്തിരി ചെയ്ത് ഇവിടെ കൊണ്ടുവെക്കും, അതൊക്കെ ആയിരിക്കാം. പക്ഷേ എനിക്കെന്തോ സാറിൻ്റെ ഡ്രസ്സ് ഇസ്തിരി ചെയ്യാൻ തോന്നി. എന്താടോ എനിക്ക് പറ്റിയത്, എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല. എനിക്ക് സാറിൻ്റെ ഡ്രസ്സ് ഇസ്തിരി ചെയ്യണം, സാറിനത് തരണം, അത് എടുത്തു തരണം എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നു. ഞാനതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയാം കേട്ടോ. ഇതേ സമയം ഇത് നല്ല മറുപടി, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അല്ലല്ലോ നീ തരുന്നത്, എനിക്ക് അറിയില്ല സാർ, സാറിന് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി, ഞാൻ അതുപോലെ ചെയ്തു വന്നു, ഇതാ ഇസ്തിരി ചെയ്തു എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൂര്യ അത് എടുത്തിടുന്നുണ്ട്. പിന്നീട് സൂര്യ തൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് തൻ്റെ ഷൂവുമായി പോളിഷ് ചെയ്യാൻ സോഫയിൽ ചെന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനിയാണെങ്കിൽ തുടക്കാനുള്ള മഫ് എടുത്ത് ഇങ്ങനെ വരുന്ന സമയമായിരിക്കും. അപ്പോൾ നന്ദിനി ഇത് കാണുകയാണ്. അപ്പോഴേക്കും സൂര്യ സാർ എന്താണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ ഒരു കാലങ്ങ് പിടിച്ച് പൊന്തിച്ചിട്ട് സൂര്യ സോഫയിലോട്ട് അങ്ങ് കമിഴ്ന്നടിച്ച് വീഴുകയാണ് കേട്ടോ. അപ്പോൾ നീ എന്താ നന്ദിനി കാണിക്കുന്നത്, ഞാനുള്ളപ്പോൾ സൂര്യ സാർ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, ഈ എന്താടോ ഞാൻ ചെയ്തത്, അത് ഷൂ പോളിഷ് ചെയ്യൽ സാർ എന്തിനാ ചെയ്യുന്നത്, നന്ദിനി ഇത് എന്താ നിനക്ക് പറ്റിയത്, ഇതൊക്കെ ഞാനല്ലേ എൻ്റേത് കാര്യങ്ങളൊക്കെ ചെയ്യാറ്, നിനക്ക് എന്താ പറ്റിയത്, അതെനിക്കറിയില്ല സാർ, ഞാനുള്ളപ്പോൾ സാറിന് ഞാനിത് ചെയ്തു തരില്ലേ എന്ന് പറഞ്ഞിട്ട് ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നല്ല കേട്, ഇന്ന് നേരം വെളുത്തത് മുതൽ നന്ദിനിക്ക് എന്താ പറ്റിയത്, നന്ദിനി എന്താ എനിക്കറിയില്ല സാർ, സാറിൻ്റെ ഷൂള് ഞാനല്ലേ പോളിഷ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ പോളിഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ സമയം തനിക്കറിയാത്ത പണിയില്ലല്ലോ, എന്ത് ഭംഗിയായാണ് താൻ ഷൂ പോളിഷ് ചെയ്യുന്നത്, എന്തൊരു ഗ്ലേസിങ് ആണ് വന്നിരിക്കുന്നത്, നല്ല ഇതായിട്ടുണ്ടല്ലോ, നല്ല ക്ലിയർ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ എന്നെ പറയണം. ആ സമയം നന്ദിനി പറയണം, ഓ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഞാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ അനിയത്തിമാർക്കൊക്കെ സ്കൂളിലോട്ട് പോകുമ്പോൾ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് കൊടുത്തിരുന്നത് ഞാനാണ്, അതുകൊണ്ട് എനിക്ക് ഇത് നന്നായി അറിയാമെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം അടിപൊളി, എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയണം. എന്നാൽ ഞാൻ പോകാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദിനി സൂര്യയുടെ ഒരു കാല് പോളിഷ് ചെയ്തതിന് രണ്ടാമത്തെ കാല് പെട്ടെന്ന് പിടിച്ച് വലിച്ചു. ആ അധികാരമാണ് കേട്ടോ നന്ദിനി കാണിക്കുന്നത്. അങ്ങനെ നന്ദിനി അധികാരത്തോടു കൂടി സൂര്യയുടെ ഒരു കാലും കൂടി പിടിച്ച് വലിച്ച്, എന്താടോ താനീ കാണിക്കുന്നത്, അത് പിന്നെ സാറ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് എന്ത് പറഞ്ഞാലും ഇതാണ് തൻ്റെ മറുപടി, ഇത് എന്താണ് തനിക്ക് പറ്റിയതെന്ന് ചോദിച്ചാൽ ഇതാണ് മറുപടി പറഞ്ഞത്, എന്തായാലും ഞാൻ പോട്ടെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് സൂര്യ നീക്കുന്ന സമയത്ത് നന്ദിനിയും ഒപ്പം നീക്കുമ്പോൾ സൂര്യയുടെ കയ്യിലുള്ള കാറിൻ്റെ കീ സോഫയുടെ അടിയിലോട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം സൂര്യ അയ്യോ എൻ്റെ കാറിൻ്റെ കീ പോയല്ലോ എന്ന് പറയുമ്പോൾ നന്ദിനി സാർ അവിടെ ഇരിക്കുക, ഞാൻ എടുത്തു തരാം അതെങ്ങനെ നീ എടുക്കും, അത് പിന്നെ എനിക്ക് എന്ന് പറഞ്ഞിട്ട് പറയാമായിരിക്കും, അയ്യോ നീ എടുത്തു തന്നാൽ മതി, നീ നിൻ്റെ നാട്ടിൻപുറത്തേക്ക് പോകണ്ട, അത് കേട്ട് മടുത്തു എനിക്ക്, അതുകൊണ്ട് എടുത്തതാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നന്ദിനി ഒരുപാട് താഴെ ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ ആ ഒരു ചാവി എടുക്കുക എത്തി വലിഞ്ഞ് നോക്കൂട്ടോ. പക്ഷേ സോഫയുടെ ഇടയിൽ നിന്ന് കിട്ടില്ല. സൂര്യ ചോദിക്കുക കിട്ടിയോ എന്ന് ചോദിക്കണേ, ഇല്ല സാർ ഈ സോഫ നമുക്ക് 2 പേർക്കും അങ്ങ് പിടിച്ച് പൊക്കാം, എന്നിട്ട് അടിയിൽ നിന്ന് ചാവി എടുക്കുക, അതെങ്ങനെ, അതൊക്കെ പൊക്കാൻ സാറൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. അങ്ങനെ സൂര്യയും നന്ദിനിയും കൂടി ആ സോഫ പൊക്കാൻ നോക്കുക. പക്ഷേ എങ്ങനെ പരിശ്രമിച്ചതും സോഫ പൊങ്ങുന്നില്ല കേട്ടോ. അങ്ങനെ ഈ സമയം നന്ദിനി വീണ്ടും സാറേ അത് കിട്ടുന്നില്ല, ഇനി എന്ത് ചെയ്യുക, വേറെ ചാവിയുണ്ടോ, നന്ദിനി നീ എന്താ ഈ കാണിക്കുന്നത്, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവിടെ ഇരിക്കുന്ന മോപ്പ് ഉണ്ടല്ലോ, അത് മോപ്പ് ഇങ്ങനെ തുടക്കാൻ കൊടുന്ന് വെച്ചിരിക്കുന്ന മോപ്പ്, ആ മോപ്പ് കൊണ്ട് സൂര്യൻ പതിയെ ഇങ്ങനെ തട്ടി മാറ്റി ഇങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. കിട്ടിയില്ലേ, എന്നാൽ നന്ദിനി ഞാൻ പോട്ടെ, എന്തായാലും നിൻ്റെ പെരുമാറ്റം മൊത്തത്തിൽ മാറിയിരിക്കുന്നു, നിനക്ക് എന്താ പറ്റിയെന്ന് അതെനിക്കറിയില്ല സാറേ, എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല എന്ന് പറയണേ, എന്നാൽ ശരി ബൈ സീ യു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നന്ദിനിക്ക് ഇങ്ങനെ തോന്നാണ്, അയ്യോ ഞാനും സൂര്യ സാറിൻ്റെ കൂടെ പോകണ്ടേ എന്ന് കരുതിയിട്ട് തൻ്റെ കയ്യിൽ ആ മോപ്പ് കൊടുത്തിട്ട് സൂര്യ പോകുന്നതിന് പിറകെ നന്ദിനി പോവുക. പക്ഷേ സൂര്യക്കറിയില്ല നന്ദിനി പിറകെ ഉണ്ടെന്ന്. അങ്ങനെ നന്ദിനി സൂര്യ കാറിൽ കയറുന്നത് വരെ ഇങ്ങനെ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാറിൽ കയറി സൂര്യ തന്നോട് ഒരു ബായ് പറയും വെച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ ടാറ്റ കാണിക്കാൻ നിൽക്കുകയാണ്. സാർ ടാറ്റ ബായ് സീ യു എന്നൊക്കെ ഇങ്ങനെ നന്ദിനി സ്വയം നിന്ന് പറയൂ കേട്ടോ. പക്ഷേ സൂര്യ തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ നന്ദിനിയാണെങ്കിൽ ഈ സൂര്യ സാർ എന്താ എന്നെ തിരിഞ്ഞു നോക്കാത്തത്, ഇത്ര തവണയായി ബായ് സീ യു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൈ കാണിക്കുന്നു, പക്ഷേ സാർ എന്നെ തിരിഞ്ഞു നോക്കാത്ത എന്താ എന്നൊക്കെ എന്നെ നന്ദിനി ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനിക്കുള്ളിൽ പ്രണയം പൂവിട്ടു. അത് മനസ്സിലാക്കാനായിട്ട് സൂര്യക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി സൂര്യക്കത് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം എത്താനുണ്ട്. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ.